എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഒരു ടീനേജർ ആണ് എന്നുണ്ടെങ്കിൽ ഒരു ടീനേജറിനെ എസെൻഷ്യൽ ആയിട്ട് എന്തായാലും ഉണ്ടായിരിക്കേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ പറ്റിയാണ് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. കാരണം നമ്മൾ ഒരു ടീനേജ് പ്രായത്തിലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ചില കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മളെ കുറെ കൂടി അട്രാക്റ്റീവ് ആക്കി മാറ്റുകയും അത് നമ്മളെ കുറെ കൂടി ഹെൽത്തി ആയി ഹൈജീനിക്കായി നമ്മളെ ടേക്ക് കെയർ ചെയ്യുകയും ചെയ്യുന്നതായിരിക്കും. നമ്പർ 1, എ നൈസ് വാലറ്റ്. ഫിനാൻസിനെ പറ്റിയിട്ടുള്ള ഒരു ബേസിക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പായിട്ട് തന്നെ നമുക്കൊരു വാലറ്റ് ഉണ്ടായിരിക്കണം, ഒരു പേഴ്സ് ഉണ്ടായിരിക്കണം എന്നുള്ളതിന് പറയാം. കാരണം നമ്മളുടെ ടീനേജ് പ്രായത്തിൽ തന്നെ അങ്ങനെ ഒന്ന് നമുക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കുറെ കോയിൻസ് വെക്കാനും ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് പോലുള്ള പല കാര്യങ്ങൾ വെക്കാനും നമ്മളുടെ എല്ലാ മണിയെയും ബാങ്ക് അക്കൗണ്ടിൽ മാത്രം വെച്ച് ഗൂഗിൾ പേ, ഫോൺ പേയിലൂടെ മാത്രം ട്രാൻസാക്ഷൻ ചെയ്തുകൊണ്ടിരിക്കണമെന്നില്ല. കുറച്ചെങ്കിലും ഒരു ലിക്വിഡ് മണി കയ്യിൽ കരുതുന്നത് ഗുഡായിരിക്കും. അതിന് ഒരു നൈസ് വാലറ്റ് എന്നുള്ളത് എന്തുകൊണ്ടും ഒരു ഗുഡ് ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും. സോ ഒരു നൈസ് വാലറ്റ്, നല്ലൊരു പേഴ്സ് എപ്പോഴും കയ്യിൽ വെച്ചിരിക്കുക. അത് നമ്മൾ പുറത്ത് എടുക്കുന്ന സമയത്ത് അതൊരു അട്രാക്റ്റീവ് ഹാബിറ്റ് ആയിട്ട് കൂടി വർക്ക് ആയേക്കാം. രണ്ടാമത്, ഗ്രൂമിംഗ് കിറ്റ്. ടീനേജിൽ അത്യാവശ്യമായിട്ട് നമ്മളുടെ പക്കൽ ഉണ്ടായിരിക്കേണ്ട ഒരു എലമെന്റ് എന്നുള്ളത് ഈ ഒരു ഗ്രൂമിംഗ് കിറ്റ് ആണ്. ഈ ഗ്രൂമിംഗ് കിറ്റിൽ മെയിൻ ആയിട്ട് ഉണ്ടായിരിക്കേണ്ട ആദ്യത്തെ ഘടകം എന്നുള്ളത് ട്രിമ്മർ. നമ്മളുടെ ബോഡി ഹെയർസ്, അണ്ടർ ആംസ്, അതുപോലെ നമ്മളുടെ താടി, മീശയൊക്കെ ആണെങ്കിലും പലർക്കും ഫുൾ ഷേവ് ചെയ്യുക എന്നുള്ളത് അത്രയ്ക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള കാര്യമായിരിക്കില്ല. സോ ഷേവിങ്ങിനെക്കാളും കൂടുതൽ പേർക്കും ട്രിമ്മിങ് ആയിരിക്കും പക്കയായിട്ടുള്ള ഒരു അട്രാക്റ്റീവ്നെസ് എടുത്തു കാണിക്കുന്ന ഒരു കാര്യം. സോ അതുകൊണ്ട് ഒരു ട്രിമ്മർ എന്നുള്ളത് നിങ്ങളുടെ ഗ്രൂമിംഗ് കിറ്റിൽ എപ്പോഴും വെച്ചിരിക്കുക. ഇതിൽ തന്നെ രണ്ടാമത്, റേസർ. നിങ്ങൾക്ക് ഒരുപാട് താടി കാര്യങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെ വലിയ രീതിയിൽ താടിയൊന്നും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് തീരെ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഒരു റേസർ എന്നുള്ളത് എപ്പോഴും കയ്യിൽ കരുതുക, അതായത് നിങ്ങളുടെ ഗ്രൂമിംഗ് കിറ്റിൽ കരുതുക. മൂന്നാമത്, മെയിൻ ആയിട്ട് ഒരു നെയിൽ കട്ടർ എന്നുള്ളത് ഒരു ടീനേജറിന് അത്യാവശ്യമായും ഉണ്ടായിരിക്കേണ്ടതാണ്. നാലാമത്, നമ്മളുടെ സ്കിന്ന്, അണ്ടർ ആംസ്, അതുപോലുള്ള മേജർ ആയിട്ടുള്ള ചില പോർഷൻസ് ഒക്കെ നമ്മൾ എപ്പോഴും കൃത്യമായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ടാവാം. പക്ഷെ നമ്മളുടെ ഇന്റിമേറ്റ് ഏരിയ എന്നുള്ളത് കൃത്യമായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടത് എന്നുള്ളത് പോലും പലർക്കും അറിയില്ല എന്നുള്ളതാണ്. ആ ഒരു ഇന്റിമേറ്റ് ഏരിയ ക്ലീൻ ചെയ്യേണ്ടതിന്റെ അത്യാവശ്യം എന്താണെന്നാൽ നൈറ്റ് ടൈമിൽ പലർക്കും വെറ്റ് ഡ്രീംസ് ഉണ്ടാവാം, ഇജാക്കുലേഷൻ ഉണ്ടാവാം. സോ ഇത് കാരണം തന്നെ ആ ഒരു പോർഷൻ വളരെ വെറ്റ് ആവാനും അതിൽ നിന്ന് സ്മെല്ല് വരാനും കുറെ ഇൻഫെക്ഷൻസ് കാര്യങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. മാത്രമല്ല ഒരുപാട് ഡെഡ് സെൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന ഒരു പോർഷൻ കൂടിയാണ്. സോ ഇങ്ങനെയുള്ളവർക്ക് ആ ഒരു ഇന്റിമേറ്റ് ഏരിയ ക്ലീൻ ചെയ്യാനായിട്ട് മാൻ മാറ്റേഴ്സിന്റെ ഈ ഒരു സ്വാഷ് ഇന്റിമേറ്റ് വാഷ് എന്നുള്ളത് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്കൊരു ഫ്രഷ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഇന്റിമേറ്റ് ഏരിയ നൽകാനും നിങ്ങളുടെ pH ലെവലിനെ ബാലൻസ് ചെയ്യാനും അൺപ്ലസന്റ് ആയിട്ടുള്ള ഒരു ബാഡ് സ്മെല്ല്, ബാക്ടീരിയാസ് കാര്യങ്ങളെല്ലാം തന്നെ കൺട്രോൾ ചെയ്യാനും മാൻ മാറ്റേഴ്സിന്റെ ഈ ഒരു സ്വാഷ് ഇന്റിമേറ്റ് വാഷ് എന്നുള്ളത് ഒരു ഗെയിം ചേഞ്ചർ ആയിരിക്കും. സോ ഈ ഒരു പ്രൊഡക്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് നമ്മളുടെ ഭാഗത്തു നിന്നും ഹൈലി റെക്കമെൻഡ് ചെയ്യുകയാണ്. കാരണം ഈ ഒരു പോർഷൻ എന്നുള്ളത് നമ്മൾ കൂടുതൽ ആളുകളും ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. കുറച്ച് ദിവസം ഇതിലൊന്ന് ടേക്ക് കെയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഡിഫറൻസ് അറിയാം. കാരണം ഇതിൽ രണ്ട് മേജർ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുണ്ട്. ഒന്നാമത് ആലോവേര. ഇത് നമ്മളുടെ ആ ഒരു പോർഷനിലുള്ള ഇറിറ്റേഷൻ, ഇൻഫ്ലമേഷനെയൊക്കെ കുറയ്ക്കുന്നതായിരിക്കും. മറ്റൊന്ന് ടീ ട്രീ. ഇത് നിങ്ങൾക്ക് റാഷസ് ആൻഡ് ഇച്ചിങ് പ്രോബ്ലംസ് ഒക്കെ വരാതിരിക്കാനും കൂടുതലായി സഹായിക്കും. ഇത് യൂസ് ചെയ്യുന്നതും വളരെ ഈസിയാണ്. നിങ്ങൾ ഈ കാണുന്ന തരത്തിൽ കുറച്ച് ഫോം എടുത്തിട്ട് നിങ്ങളുടെ ഇന്റിമേറ്റ് ഏരിയ, അതായത് നിങ്ങളുടെ റീപ്രൊഡക്റ്റീവ് ഏരിയയിൽ കുറച്ചൊന്ന് അപ്ലൈ ചെയ്ത് ഒരു 25 to 30 സെക്കൻഡ്സ് വെച്ചതിന് ശേഷം നിങ്ങൾ സോപ്പ് അപ്ലൈ ചെയ്യുന്നത് പോലെ തന്നെ ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം പിന്നീട് നിങ്ങൾക്ക് വാഷ് ചെയ്യാം. സോ ഇതിലൂടെ നിങ്ങൾക്ക് ഉണ്ടാവുന്ന വളരെ ബാഡ് ആയിട്ടുള്ള അൺപ്ലസന്റ് സ്മെൽ, ബാക്ടീരിയ, ഫംഗൽ തുടങ്ങിയ കാര്യങ്ങളെ എല്ലാം തന്നെ മാറ്റിയിട്ട് നല്ലൊരു അവസ്ഥയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. ഈ പ്രൊഡക്റ്റ് റെക്കമെൻഡ് ചെയ്യാനായിട്ട് മറ്റൊരു കാരണം കൂടിയുണ്ട്. ഇത് മാനുഫാക്ചറിങ് ചെയ്തിരിക്കുന്നത് മാൻ മാറ്റേഴ്സിൽ നിന്നാണ്. മാൻ മാറ്റേഴ്സ് എന്നുള്ളത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഡിജിറ്റൽ ഹെൽത്ത് ക്ലിനിക് ഫോർ മെൻ ആണ്. സോ താഴെ ഡിസ്ക്രിപ്ഷനിലും പിൻ കമന്റിലും കൊടുത്തിരിക്കുന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് ഈ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിനായിട്ട് കുറച്ചൊരു ഡിസ്കൗണ്ട് കൂടി ലഭിക്കുന്നതായിരിക്കും. സോ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ ആൻഡ് പിൻ കമന്റ്. പർച്ചേസ് നൗ. ഇത് ഇത്രയും എംഫസൈസ് ചെയ്ത് പറയാനായിട്ട് കാരണം ഇതൊരു പ്രൊമോഷൻ ആണ്, നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടല്ല. ഇത് അത്രയും എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു തിങ് ആയിട്ട് ഞാൻ പേഴ്സണലി ഫീൽ ചെയ്തുകൊണ്ടാണ്. സോ ഈ പറഞ്ഞ 4 കാര്യങ്ങൾ നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രൂമിംഗ് ലെവലിൽ ഒരു നെക്സ്റ്റ് ലെവലിൽ പോകാനായിട്ട് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. മൂന്നാമത്, ഡീസന്റ് ലുക്കിംഗ് വാച്ച്. നിങ്ങൾ ആക്സസറീസ് എന്ന് പറയുന്ന സമയത്ത് ഒരു ബ്രേസ്ലൈറ്റ്, കൈൻഡ് ഓഫ് ചെയിന് കാര്യങ്ങളൊന്നും തന്നെ വിയർ ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് പകരമായിട്ട് നല്ല 1-2 വാച്ചുകൾ പർച്ചേസ് ചെയ്ത് വെക്കുന്നത് എന്തുകൊണ്ടും യൂസ്ഫുൾ ആയിരിക്കും. സോ ഈ ഒരു വാച്ച് പ്രിഫർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്മാർട്ട് വാച്ചുകൾ യൂസ് ചെയ്യാം. അത് എന്തുകൊണ്ട് നമുക്ക് പല ഭാഗങ്ങളിൽ നമുക്ക് യൂസ്ഫുൾ ആയിരിക്കാൻ പോകുന്നതാണ്. ഇനി അതല്ല
അല്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ സ്മാർട്ട് വാച്ചുകൾ ചൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, റബ്ബറൈസ്ഡ് ആയിട്ടുള്ള വാച്ചുകൾ മാക്സിമം ചൂസ് ചെയ്യാതെ ലെതർ കൈൻഡ് ഓഫ് വാച്ചുകളോ അല്ലെങ്കിൽ മെറ്റാലിക് വാച്ചസ് ചൂസ് ചെയ്യുന്നത് ഒരു ഗുഡായിട്ടുള്ള ഓപ്ഷൻ ആയിരിക്കും. സോ ഇത്തരത്തിൽ യൂസ് ചെയ്യുന്നത് നിങ്ങളെ കുറെ കൂടി ഒരു മാൻലിയർ ആക്കി എടുത്തു കാണിക്കുന്നതായിരിക്കും. നാലാമത് മോണോക്രോമാറ്റിക് ഡ്രസ്. ബ്രോ, ഞാൻ വളരെ സബ്റ്റിൽ ആയിട്ടായിരിക്കും ഡ്രസ്സ് ചെയ്യുന്നുണ്ടാവുക. സോ എനിക്ക് അങ്ങനെ ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒന്നും ഫോക്കസ് ചെയ്യാനായിട്ട് വയ്യ. സോ അതായത് ഈ ഷർട്ടിന് ഏത് പാൻറ് മാച്ച് ആവും, ഈ പാൻറ്റിന് ഏത് ഷർട്ട് മാച്ച് ആവും, ഇത്തരത്തിലൊന്നും തിങ്ക് ചെയ്യാനായിട്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മോണോക്രോമാറ്റിക് ഡ്രസ്സുകൾ എപ്പോഴും ചൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടും ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. എന്തുകൊണ്ടാണ് മോണോക്രോമാറ്റിക് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഇത് നിങ്ങൾക്ക് ഒരുപാട് വസ്ത്രങ്ങളോടൊപ്പം മേച്ച് ചെയ്യാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ ഒരു ബ്ലാക്ക് കളർ പാൻറ്റോ ബ്ലാക്ക് കളർ ഷർട്ടോ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ബ്ലാക്ക് കളർ ഷർട്ട് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ബ്ലൂ കളർ, വൈറ്റ് കളർ, ബ്ലാക്ക് കളർ, ഇതുപോലെ പല കളറിനോടും വളരെ ഈസി ആയിട്ട് തന്നെ, ബ്രൗൺ കളർ, ഇത്തരത്തിൽ വളരെ ഈസി ആയിട്ട് തന്നെ മാച്ച് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് നിങ്ങൾക്ക് ഇതിനോടൊപ്പം എന്ത് മാച്ച് ചെയ്യാം എന്ന് പറഞ്ഞ് ചിന്തിക്കേണ്ട ആവശ്യവും ഉണ്ടാവുന്നില്ല. ഇതിൽ നിന്ന് നിങ്ങൾക്ക് വളരെ ഒരു ക്ലാസി ആയിട്ടുള്ള ലുക്കും കിട്ടുന്നതായിരിക്കും. അതുപോലെ വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടും അറിയപ്പെടും. അതായത് നിങ്ങളുടെ പ്രൊജക്ഷൻ എന്നുള്ളത് ആ രീതിയിലായിരിക്കും. നെക്സ്റ്റ് വൺ, ഇൻവെസ്റ്റ് ഇൻ യുവർ ഫുഡ്വെയർ. ഫുഡ്വെയർ എന്നുള്ളത് പൊതുവെ ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും. നിങ്ങൾ ചെരുപ്പുകൾ ചൂസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, അതായത് സ്ലിപ്പർ കൈൻഡ് ഓഫ് തിങ്സ് ചൂസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, അതൊരു ബ്രൗൺ കളറായിട്ടോ ബ്ലാക്ക് കളറായിട്ടോ ഇങ്ങനെ വളരെ ബേസിക് ആയിട്ടുള്ള കളേഴ്സ് ചൂസ് ചെയ്യുക. അതുപോലെ ഷൂസ് ആണെങ്കിലും എല്ലാത്തിനും ഏറെക്കുറെ മെയ്ച്ച് ചെയ്യാനായിട്ട് പറ്റുന്ന കളേഴ്സ് ഓഫ് ഷൂസ് ഏതാണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് പെയർ ചെയ്യുക. ബ്രൗൺ കളർ ഷൂസ്, വൈറ്റ് കളർ ഷൂസ്, ആഷ് കളർ ഷൂസ്, ഇതെല്ലാം തന്നെ ഏറെക്കുറെ എല്ലാത്തിനും മെയ്ച്ച് ചെയ്യാനായിട്ട് പറ്റും. സോ എനിവേ, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് മാൻ മാറ്റേഴ്സിൻ്റെ സ്വാഷ് ഇൻറ്റിമേറ്റ് വാഷ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും പിൻ കമൻറ്റിലും കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ചെക്ക് ഇറ്റ് ഔട്ട്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇറ്റ്സ് മീ അക്ഷയ്. സ്റ്റേ ഗ്രൗണ്ടഡ്. Bye all.